സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി PV അൻവർ രംഗത്ത്. മലപ്പുറം മുൻ ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാതെ സസ്പെൻഷൻ പിൻവലിക്കാൻ സർക്കാർ തിടുക്കം കാട്ടിയെന്ന് PV അൻവർ പറഞ്ഞു. അജിത് കുമാറുമായി ബന്ധപ്പെട്ട കേസുകളിലൊന്നും അന്വേഷണം പൂർത്തിയാവും മുൻപാണ് സുജിത് ദാസിന്റെ സസ്പെൻഷൻ പിൻവലിച്ചത്. മാമി തിരോധാന കേസിൽ നടപടിയുണ്ടായില്ലെന്നും സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ ശരിയായ അന്വേഷണം നടത്തിയ DYSPയെ സസ്പെൻഡ് ചെയ്തെന്നും PV അൻവർ ആരോപിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നും മാർച്ച് 31-നകം തീരുമാനമുണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും PV അൻവർ വ്യക്തമാക്കി. ഇനി ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇനി ഏകദേശം 392 ദിവസമാണ് ഈ ഗവൺമെന്റിലത്. 13 മാസം. ഈ 13 മാസം കഴിയുമ്പോൾ ഈ ചിത്രങ്ങളൊക്കെ മാറില്ല. സ്വാഭാവികമായിട്ടും നീതിപൂർവമായിട്ടുള്ള നിലപാട് ആഭ്യന്തര വകുപ്പിൽ എടുക്കത്തക്ക രീതിയിലുള്ള ഗവൺമെന്റിന്റെ വലിയ പരാജയം. ഒറ്റ പോലീസുകാരുടെ ഈ ആശാവർക്കന്മാർ മാത്രം മതി പിണറായിനെ അടിവേര് കേരളത്തിലുണ്ട്. അതിന്റെ തെറ്റിച്ചേരും ഒരു തർക്കങ്ങളൊക്കെ സന്ദീപാനന്ദഗിരിയെ നിങ്ങൾ പോയി കാണും. സന്ദീപാനന്ദഗിരിയുടെ അഭിമാനക്ഷതമേറ്റ് സത്യം പറയുകയാണെങ്കിൽ പൊതുപരിപാടികളിൽ നിന്ന് പോലും സന്ദീപാനന്ദഗിരി തിരുവനന്തപുരത്ത് കേരളത്തിൽ മാറി നിൽക്കുന്ന ഗതികളിലായിരുന്നു. അദ്ദേഹമാണ് ഇതിന്റെ കുറ്റവാളി, അദ്ദേഹമാണ് തീ കൊടുത്തത്, അദ്ദേഹം പേരെടുക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് ഉള്ള വാർത്തകളും പോലീസിന്റെ ധ്വനിയും അങ്ങേയറ്റം മാനഹാനിയിലായിരുന്നു. അദ്ദേഹത്തെ പോലെയുള്ള ബഹുമാന്യ വ്യക്തി. അദ്ദേഹത്തെ ആ മാനഹാനിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ പറയുന്ന MI ഷാജിയുടെ അന്വേഷണമാണ് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് നിങ്ങളുടെ സഹപ്രവർത്തകരോട് തിരഞ്ഞെടുത്ത് നിങ്ങൾ അദ്ദേഹത്തെ പോയി കാണാൻ വേണ്ടി പറയണം. അദ്ദേഹം ഇതിൽ നിലപാട് പറയേണ്ട വ്യക്തി കൂടിയാണ്. വ്യക്തിപരമായിട്ട് എന്റെ അഭിപ്രായം ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ തെരഞ്ഞെടുപ്പ് ഞാൻ രാജിവെച്ചത് എന്തിനാണ്? പിണറായിസത്തിനെതിരെ കേരളത്തിന്റെ ജനമനസ്സ് എന്താണ് ഇന്നത്തെ സ്ഥിതി എന്ന് കാണിച്ചു കൊടുക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് നിലമ്പൂരിൽ നിന്നും ഉണ്ടാകുന്ന ഞാൻ മാറി നിൽക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആൾക്കാർക്കല്ലേ. അപ്പൊ അവരെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ഇപ്പൊ പഴയ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല, നമ്മൾ നിയമവും റൂളും ചട്ടങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ പറയുന്നതൊക്കെ ശരിയാണ്. 6 മാസത്തിലധികം തെരഞ്ഞെടുപ്പ് നടത്തണം, നിർബന്ധമാണ്. അത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നല്ലല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് ഇന്ന് CPM-ഉം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസും കേന്ദ്രവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങും RSS മീറ്റിങ്ങും കേന്ദ്രമന്ത്രിമാരൊക്കെ മുഖ്യമന്ത്രി ഇങ്ങോട്ട് വന്ന് കാണുന്ന കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസത്തിൽ നിന്ന് മുഖ്യമന്ത്രി രക്ഷിക്കല് കേന്ദ്ര ഗവൺമെന്റിന്റെ RSSന്റെ ഉത്തരവാദിത്തമില്ല. കേന്ദ്രത്തിൽ നിന്ന് ഒരു ഫോൺ ഇലക്ഷൻ കമ്മീഷൻ വന്നാൽ ഇലക്ഷൻ കമ്മീഷൻ അനുഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നെങ്കിൽ ആദ്യം റിപ്പോർട്ട് നേടാൻ ജില്ലാ കളക്ടറെടുത്താണ്. ഞാൻ മിനിയാന്ന് വരെ വിളിക്കുമ്പോൾ ജില്ലാ കളക്ടർക്ക് അടുത്തേക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് തേടിയിട്ടില്ല. കേന്ദ്രം തേടിയിട്ടില്ല, ചീഫ് സെക്രട്ടറിയും തേടിയിട്ടില്ല, ഇലക്ഷൻ കമ്മീഷനും തേടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഒരു അനക്കം ഉണ്ടാകണമെങ്കിൽ അതിന്റെ ആദ്യപടി എന്ന് പറയുന്നത് ജില്ലാ കലക്ടറാണ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് നേടി എന്ന് പറഞ്ഞാൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞാൽ അത് നടത്താതിരിക്കാനുള്ള ശ്രമം സ്വാഭാവികമായിട്ടും പിണറായി ശ്രമിക്കുമെന്ന് ഉറപ്പില്ല. നമുക്കതിന് മാർഗം ഹൈക്കോടതിയെ നിലമ്പൂരിലെ വോട്ടർമാർക്ക് സമീപിക്കും. മാർച്ച് 31 വരെ ഉള്ള ഡേറ്റിന്റെ അകത്തും ഒരു തീരുമാനവും കാണുന്നില്ലെങ്കിൽ നമ്മൾ കോടതിയെ സമീപിക്കും. നിലമ്പൂരിലെ വോട്ടർമാരെ തയ്യാറെടുത്തുകൊണ്ടിരിക്കും. അതിന്റെ ഉത്തരം അവർ കോടതിയിൽ പറയേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
താഴെപ്പാലം, തിരൂർ.